പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയമാണ്. അതുകൊണ്ട് വേണ്ട രീതിയിൽ അത് ഗൗരവത്തിൽ എടുക്കപ്പെട്ടില്ല. മാത്രമല്ല, പരാതി വന്നു എന്ന് അറിഞ്ഞതിന് പിന്നാലെ തന്നെ കുഞ്ഞികൃഷ്ണനെതിരായി പാർട്ടിക്കുള്ളിൽ അവിടെ പയ്യന്നൂർ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു മൂവ്മെന്റ് ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേൽക്കുമ്പോഴാണ് അദ്ദേഹം വീണ്ടും MV ഗോവിന്ദനെ അദ്ദേഹത്തിൻ്റെ മൊറാഴയിലുള്ള വീട്ടിൽ പോയി കാണുന്നു. അതിനുശേഷം ഈ കണക്കുകൾ, ഈ തൻ്റെ കണ്ടെത്തലുകൾ എല്ലാം അദ്ദേഹം തെളിവുകൾ സഹിതം MV ഗോവിന്ദന് കൈമാറുന്നു. പിന്നീട് MV ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും CPMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം 2 അംഗ കമ്മീഷനെ പതിവ് പോലെ വെക്കുകയും ചെയ്തു. ആ 2 അംഗ കമ്മീഷന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇതിൽ വലിയ ധനനഷ്ടം ഉണ്ടായിട്ടില്ല. ധനനഷ്ടമുണ്ടായി, പക്ഷേ ധനാപഹരണം ഉണ്ടായിട്ടില്ല. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ, പണം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രതക്കുറവ് മാത്രമാണ് ഉണ്ടായത് എന്ന കണ്ടെത്തലായിരുന്നു നടത്തിയത്. എന്തായാലും ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അച്ചടക്ക നടപടിയിലേക്ക് വരുന്നത്. പണം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രതക്കുറവ് വരുത്തിയതിന് അന്ന് TI മധുസൂദനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പകരം പരാതി നൽകിയ കുഞ്ഞികൃഷ്ണനെ അന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. മറ്റ് 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും ആ സമയത്ത് നടപടി ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും പരാതി കൊടുത്ത താൻ ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടുന്നത് അദ്ദേഹത്തെ വലിയ മാനസിക വിഷമമുണ്ടാക്കുകയും അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓർക്കണം, അപ്പോഴും കുഞ്ഞികൃഷ്ണൻ ഈ കണക്കുകൾ പുറത്തു പറയാനോ എന്താണ് വലിയ തട്ടിപ്പ് പാർട്ടിയിൽ നടന്നതെന്ന് വെളിപ്പെടുത്താനോ തയ്യാറായില്ല. താൻ ഉന്നയിച്ചിട്ടുള്ള പരാതിയിൽ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തനം, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, എതിരാളികളുടെ കൊടാലിക്കൈയായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ അന്നൊന്നും അദ്ദേഹം ഒരു തരത്തിലും ഇത് പുറത്തു പറയാൻ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം 2023 MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു ജനമുന്നേറ്റ ജാഥ കേന്ദ്ര സർക്കാരിനെതിരായി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ഫെബ്രുവരി ആദ്യവാരമാണ്. അങ്ങനെ ആ ജനമുന്നേറ്റ യാത്ര പയ്യന്നൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പയ്യന്നൂരിൽ വലിയ പൊട്ടിത്തെറി പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹം കുഞ്ഞികൃഷ്ണനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, തിരികെ പാർട്ടിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അന്നും കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെച്ച കാര്യം പരാതിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ്. ആ നടപടി ഉണ്ടാകുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരിച്ച് പാർട്ടിയിലേക്ക് എത്തുന്നതും അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അതിനുശേഷം നോക്കൂ, 2025 പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നു. ആ ജില്ലാ സമ്മേളന കാലഘട്ടത്തിലും ഈ പരാതി അവിടെ തന്നെ ഉണ്ട്. ഈ പരാതിയും ഇദ്ദേഹം ഉന്നയിച്ച ആക്ഷേപവും ആരോപണങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ വീണ്ടും ഉൾപ്പെടുത്തുന്നത് കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ. എന്നിട്ടും പക്ഷേ ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകാതെ വരികയും ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TI മധുസൂദനൻ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് സ്വയം അപമാനിക്കപ്പെട്ടു എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് V കുഞ്ഞികൃഷ്ണൻ എന്ന CPMന്റെ നേതാവ് ഈ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാവുന്നത്. എന്തായാലും സൈഫ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന കൃത്യമായ ഉത്തമമായ ബോധ്യത്തോടും അറിവോടും കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്താൻ തയ്യാറാകുന്നത്. അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഒരു സമാന്തര പാർട്ടി പ്രവർത്തനം നടത്താനോ അവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പാർട്ടിക്കെതിരെ ഒരു മൂവ്മെന്റ് നടത്താനോ കുഞ്ഞികൃഷ്ണൻ ഒരു ഘട്ടത്തിലും തുനിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷേ പയ്യന്നൂരിൽ ഇദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് പയ്യന്നൂരിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പരസ്യമായ ഒരു പ്രതിഷേധമോ ഒരു പ്രക്ഷോഭമോ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പയ്യന്നൂർ എന്ന് പറയുന്നത് പാർട്ടിക്ക് അത്രമേൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. മാത്രമല്ല, സഹകരണ സംഘങ്ങൾ, നിരവധി പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ ജോലി ചെയ്യുന്ന അനവധിയായ കുടുംബങ്ങളിലെ ആളുകളുണ്ട്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വരിക സാധ്യമല്ല. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ വലിയ തോതിലുള്ള അമർഷം അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കാരയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, വൈശാഖ് എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ വിമതനായി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഈ ആളും ആരവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പാർട്ടി ഗ്രാമത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിച്ച് അവിടെ ജയിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ഒരു ട്രെൻഡ് സ്വാഭാവികമായും അവിടെ തുടരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.